എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. നമ്മുടെ ഏതുക്കുട്ടി ആദ്യമായിട്ട് തക്കാളി പറിക്കാൻ പോവുകയാണ്. അവൻ ആദ്യമായിട്ട് പറിക്കുന്നതുമാണ്, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായതുമാണ്. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല. എന്നാലും ഒരു തക്കാളി പൊട്ടിയതുകൊണ്ട് നമ്മൾ ബാക്കി 2 തക്കാളിയും കൂടെ അങ്ങ് പറിക്കുകയാണ്. വാവയ്ക്കാണ് തക്കാളി ഭയങ്കര ഇഷ്ടം. അത് കിളുത്തപ്പം തൊട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് പഴുത്തപ്പോഴും അവനെ കൊണ്ട് തന്നെ അങ്ങ് പറിപ്പിക്കുകയാണ്. അവന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. നമ്മുടെ ഇവിടെ മതിലൊക്കെ കിട്ടിയായിരുന്നു. മതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചെടികൾ മിക്കതും അവിടെ നിന്നതെല്ലാം പോയി. അതിൻ്റെ ഇടയിലെല്ലാം സിമെൻറ്റും ഒക്കെ ആയി ഭയങ്കര വൃത്തികേടായി. അപ്പോൾ അവിടെ നിന്ന ചെടിയൊക്കെ ഞാൻ മുറിച്ച് വേറെ കിളിപ്പിക്കാനായിട്ട്, ഇവർ പണി തുടങ്ങിയപ്പം തന്നെ കിളിപ്പിക്കാനായിട്ട് ഞാൻ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവരുടെ പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ അതെല്ലാം അങ്ങോട്ട് മാറ്റി നടണം. കണ്ടോ, ചെറുതായിട്ട് വേര് വന്നിട്ടുണ്ട്, പക്ഷേ ഇല വന്നിട്ടുണ്ട്. വേര് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ചട്ടിയിലുണ്ടായിരുന്ന ചെടികളെയൊക്കെ ഞാനെടുത്ത് മതിലിൻ്റെ മുകളിൽ അങ്ങനെ പൊക്കി വെച്ചു. കാണാനൊരു ഭംഗിയായിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി. പിന്നെ നമ്മുടെ സൈഡിൽ ഇപ്പം മഴയായത് കാരണം പുല്ലൊന്നും പറിക്കാത്തതുകൊണ്ട് പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ചൊക്കെ വൃത്തിയാക്കി എടുക്കണം. ഇവിടെയൊക്കെ ഫുള്ള് കല്ല് കിടക്കും. അത് ഞങ്ങൾ മാറ്റിയിട്ട് വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ കല്ലൊക്കെ ഞങ്ങളടുത്ത് നേരത്തെ ഇരുന്ന ചെടിയുടെ കുഴി ഉണ്ടായിരുന്നല്ലോ, അവർ പറിച്ച് കളഞ്ഞപ്പോൾ ആ കുഴിക്കകത്തോട്ട് പെറുക്കിയിട്ടു. അച്ചൂസ് വന്ന് അവിടെ എല്ലാം എനിക്ക് കൊത്തി ഇളക്കി വൃത്തിയാക്കി തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെടി നടാനായിട്ട്. ഈ വലിയ കമ്പി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അതൊക്കെ പൊക്കിയെടുത്ത് മാറ്റിയിട്ടു. എന്നിട്ട് അവൻ അവിടെ എല്ലാം കൊത്തി ഇളക്കി തന്നിട്ട് അവൻ്റെ പഴയ പടിക്ക് അവൻ പോയി. ഇതാണ് ഞങ്ങൾ ചിരട്ട. അങ്ങ് വരെ എത്തിയിട്ടില്ല. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ചിരട്ടയാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. എന്നങ്ങ് എത്തുന്നോ അറിയത്തില്ല. തേങ്ങ അധികമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഇതുവരെ ഞങ്ങളുടെ ചിരട്ട ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അല്ലിത്താമരയും ഒക്കെ ഞാൻ പറിച്ചെടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതാണ്ട് അവിടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും വരും. അവിടെ പുറകിൽ നിൽക്കുന്ന വെള്ള ആശാൻ അവളുടെ കൂട്ടുകാരനാണ്. അവനും ഇപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അല്ലിത്താമര പറിച്ചിട്ട് വരുമ്പോഴായിരുന്നു അവരെ കണ്ടത്. അടുത്ത മാരിഗോൾഡ് കൊങ്ങിണി കിളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ പറിച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ശരി അപ്പുറത്തെ സൈഡിലും കൂടെ കുറച്ച് ഇരുന്നോട്ടെന്ന് കരുതി അങ്ങോട്ടും കൂടെ എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കണ്ണാടിച്ചെടി എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇലച്ചെടികളില്ലേ, അതും അപ്പുറത്തെ സൈഡിൽ നിന്ന് മുല്ലയും തുളസി എനിക്ക് എവിടെയും വേണം. അതുകൊണ്ട് തുളസിയും കൂടി ഇപ്പുറത്തോട്ടും കൂടെ വെച്ചു. ചെമ്പരത്തി, നന്ദിയാർവട്ടവും റോസും എല്ലാം കൂടെ വെച്ച് ഇവിടെ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി ഇവരൊക്കെ വളർന്ന് പൂവൊക്കെ ആയി കഴിയുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളിത് കാണുന്നതിനോടൊപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. വീഡിയോയ്ക്ക് ലൈക്ക് ഇടുന്ന കാര്യവും മറക്കല്ലേ.